ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ജംബൂദ്വീപത്തെ ഉത്തരദിക്കിൽ കൂടി പ്രദക്ഷിണം ചെയ്തു വരുന്ന ആദിത്യൻ ഈ മഹാതുംഗശൃംഗത്തെ പ്രാപിക്കുമ്പോൾ നമുക്കെല്ലാം കാണുവാൻ സാധിക്കുന്നു. വൈകാസനന്മാർ, ബാലകില്യർ തുടങ്ങിയ മാമുനിമാർ സൂര്യനിറമാർന്ന് പ്രശോഭിക്കുന്നത് അവിടെ കാണാം. സുദർശന ദ്വീപിനടുത്തുള്ള ആ മഹാഗിരിയിൽ നിന്നാണ് തേജസ്സും സർവ്വജീവികളുടെയും കണ്ണുകളിൽ കാഴ്ചയും പ്രകാശിക്കുന്നത്. ആ പർവ്വതരാജൻ്റെ കൊടുമുടികളിലും ഗുഹകളിലും കാനനങ്ങളിലും രാവണനെയും സീതാദേവിയെയും സശ്രദ്ധം നിങ്ങൾ അന്വേഷിക്കണം. ആ കനകാദ്രിയുടെയും ദിവാകരൻ്റെയും തേജസ് ഒന്നിച്ചു ചേരുമ്പോഴാണ് പ്രഭാതത്തിന് ഇത്രയും നേത്ര ആനന്ദകരമായ കുങ്കുമനിറം വരുന്നത്. ഭൂമിക്കും ബ്രഹ്മാണ്ടത്തിനു തന്നെയും ആ ഭാഗം പൂർവദ്വാരമായി തീരുകയും ചെയ്തു. സൂര്യോദയ സ്ഥാനമാകിയാൽ കിഴക്ക് എന്ന് സുപ്രസിദ്ധവുമായി. ആ മാമല ശിഖരങ്ങളിലും ഗുഹ, ചോല ഇവകളിലും ദശഗ്രീവനെയും ദേവിയെയും തിരയണം. ഉദയഗിരിക്കപ്പുറം ദേവപാലിതമായ സ്ഥലമാണ്. സൂര്യചന്ദ്രന്മാരുടെ പ്രകാശമില്ല, മുഴുവൻ അന്ധകാര നിർമ്മിതമായി കാണാം. എന്നാൽ അവിടെയും നിങ്ങൾ പോകണം. ആ ശൈലങ്ങളിൽ, ഗുഹകളിൽ, കാടുകളിൽ മാത്രമല്ല, ഞാൻ പറയാത്ത സ്ഥലങ്ങളിൽ കൂടി എത്തി ദേവിയെ അന്വേഷിക്കണം. വാനര പ്രമുഖന്മാരെ, അത്രയ്ക്ക് നമുക്ക് പോകാൻ സാധിക്കൂ. അപ്പുറം സൂര്യപ്രകാശം ഇല്ലാത്തതാണ്. ആ സ്ഥലത്തെപ്പറ്റി യാതൊന്നും എനിക്കറിയില്ല. ഉദയാദ്രി വരെയും നിങ്ങൾ ജാനകീദേവിയെയും ദശകന്ധരനെയും അന്വേഷിച്ച് പോകണം. എന്നാൽ ഒരു കാര്യം സദാ ഓർമ്മ വേണം, 30 ദിവസത്തിനുള്ളിൽ മടങ്ങിയെത്തണം. വൈകിയെത്തുന്നവർ ആരു തന്നെയായാലും വധ്യരാണ്. ദേവിയെ സന്ദർശിച്ച് കൃതകൃത്യരായി വരുവിൻ. ദേവേന്ദ്ര പ്രയീസയായ പൂർവ്വദിശയിൽ മഹാരണ്യാദികളിൽ പരിപൂർണങ്ങളായ പ്രദേശങ്ങളിൽ അതിചതുരന്മാരായ നിങ്ങൾ അന്വേഷിച്ച് രഘുരാഘവ പത്നിയെയും കൊണ്ട് തിരിച്ചെത്തിയാൽ അവരിൽ സ്വർഗസുഖങ്ങളും ഒന്നിച്ച് വന്നുചേരും. അതുല്യ ശക്തനും വിക്രമിയുമായ വിനതനെയും വൻപടയെയും പറഞ്ഞയച്ച സുഗ്രീവൻ ബലത്തെയും പരാക്രമത്തെയും സ്വയമായി തികച്ചും അറിവുള്ള വാനരവര്യന്മാരെ തെക്കൻ ദിക്കിലേക്ക് അയക്കുവാൻ ഒരുങ്ങി. അഗ്നിദേവപുത്രനായ നീലൻ, വായുദേവസുതനായ ഹനുമാൻ, ബ്രഹ്മദേവാത്മജനായ മഹാകവി ജാമ്പവാൻ, തുടർന്ന് സുഹോദൻ, ശരാരി, ശരഗുൽമൻ, ഗജൻ, ഗവാക്ഷൻ, ഗവയൻ, സുഷേണൻ, ഋഷഭൻ, മൈരുൻ, ദ്വിതൻ, വിജയൻ, ഗന്ധമാദനൻ, അഗ്നിപുത്രന്മാരായ ഉൽക്കാമുഖൻ, അസംഘൻ എന്നീ 2 പേർ, ദേവേന്ദ്രസൂനുവും കവിചക്രവർത്തിയുമായ ബാലിതനയൻ, യുവരാജ അംഗദൻ എന്നിങ്ങനെ ലോകപ്രശസ്തി ആർജിച്ചവരെയാണ് സുഗ്രീവൻ തിരഞ്ഞെടുത്തത്. പരാക്രമത്തിലും വേഗതയിലും മുന്നിട്ട് നിൽക്കുന്നൊരു വൻപടയെയും ബലവാനായ അംഗദൻ്റെ നേതൃത്വത്തിൽ കൽപ്പിച്ചു. ദക്ഷിണ ദിക്കിലെ പ്രധാന ദുർഗങ്ങളും മാർഗങ്ങളും കപീശ്വരൻ വ്യക്തമാക്കി. വിവിധങ്ങളായ വള്ളികളാൽ ചുറ്റപ്പെട്ട വൃക്ഷങ്ങൾ ഇടതൂർന്ന് അനേകം ശൃംഗങ്ങളോട് കൂടിയ വിന്ധ്യപർവ്വതം, ഉഗ്രസർപ്പങ്ങൾ അനേകം അധിവസിക്കുന്ന ദുർഗമമായ നർമ്മദാ നദി, മനോമോഹനമായ ഗോദാവരി, ശക്തിയിൽ പ്രവഹിക്കുന്ന കൃഷ്ണവേണി, വൻ പാമ്പുകളുള്ള പുണ്യമഹാനദി മേഖല, ഉൽക്കല എന്നീ ദേശങ്ങൾ, ദശാർണ നഗരം, അശ്വന്തി, വിദർഭം, മാഹിഷം, വംഗം, കലിംഗം, കൗശികം എന്നിവിടങ്ങളിലെല്ലാം തിരഞ്ഞ് ദണ്ഡകാരണ്യത്തിലേക്ക് പോകൂ. മലകളും ഗുഹകളും നദികളും അവിടെ ധാരാളമുണ്ട്. പ്രാധാന്യമുള്ള ഗോദാവരി തീരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. തുടർന്ന് ആന്ധ്രം, കുണ്ടറം, ചോളം, പാണ്ഡ്യം, കേരളം എന്നീ സ്ഥലങ്ങളിലും എത്തണം. സർവ്വധാതുക്കളും ഒത്ത് വിചിത്ര വനശോഭിതമായ പശ്ചിമഘട്ടത്തിലെ രമ്യ ശിഖരങ്ങൾ പൂത്തുനിൽക്കുന്ന അലംകൃത തരുക്കൾ ഇടതിങ്ങിയ കാനനങ്ങൾ, ചന്ദന വൃക്ഷാരണ്യത്താൽ പ്രശോഭിക്കുന്ന മഹാഗിരി ഇവിടങ്ങളിൽ തികച്ചും ശ്രദ്ധ വേണം. അതിന് തൊട്ട് പുണ്യതീർത്ഥം നിറഞ്ഞ് അപ്സര സ്ത്രീകൾ വിഹരിക്കുന്ന ദിവ്യ ഗോദാവരി നദി നിങ്ങൾക്കു കാണാം. അടുത്താണ് മലയാദ്രി. സൂര്യസന്നിഭനും ഉഗ്ര തേജസ്വിയുമായ അഗസ്ത്യ മാമുനീന്ദ്രനെ അവിടെ ചെന്ന് നിങ്ങൾ ദർശിക്കണം. മഹാത്മാവായ ബ്രഹ്മഋഷി അനുഗ്രഹിച്ച് അനുവദിച്ച ശേഷമേ യാത്ര തുടരാവൂ. ഭയങ്കര മുതലകൾ ധാരാളമുള്ള താമ്രപർണി എന്ന പുഴയാണ് പിന്നീട് നിങ്ങൾ കടക്കേണ്ടത്. ഉത്തമ ചന്ദന ദ്രുമങ്ങളാൽ ആവൃതമായ ദ്വീപ് പോലെയുള്ള ആ നദി കാന്തനിൽ അണയുന്ന തരുണീരത്നം പോലെ സമുദ്രത്തിൽ ചെന്നുചേരുന്നു. അവിടം വിട്ടാൽ പാണ്ഡ്യരാജ്യാതിർത്തിയിൽ എത്തുകയായി. ആനന്ദപൂർണമായ ജീവിതം നയിക്കുന്ന പ്രജകളോടുകൂടിയ ആ രാജ്യത്തിലെ ദിവ്യമായ പൊൻവാതിൽ ആദ്യമായി കാണാം.
പിന്നീട് സമുദ്രതീരമാണ്. അവിടെ എത്തിയാൽ പിന്നീട് വേണ്ട കാര്യങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് തീർച്ചപ്പെടുത്തണം. ആ സാഗരമധ്യത്തിൽ അഗസ്ത്യമാമുനീന്ദ്രൻ ഇരുന്ന മഹേന്ദ്രാചലം വിചിത്ര വൃക്ഷങ്ങളോടും സാനുക്കളോടും കൂടി സ്വർണമയമായി വിളങ്ങുന്നുണ്ട്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.